ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് ട്രിപ്പ് വലിയ ട്രിപ്പൊന്നും അല്ല, കുഞ്ഞ് ഇവിടുന്ന് വെറുതെ ജസ്റ്റ് ഒരു പാർക്കിലാണ് പോകുന്നത്. അതിനാണ് ഞാൻ ഭയങ്കര ബിൽഡപ്പൊക്കെ ഇട്ട് കുഞ്ഞ് ട്രിപ്പെന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കിട്ടിയാ? ഓക്കെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ അടുത്ത് ഉള്ള കടയിൽ ഷവർമ വാങ്ങിക്കാനായിട്ട് നിൽക്കാറുണ്ട്. അതാ ഞാൻ ചോദിച്ചാൽ കിട്ടിയോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണ് വെച്ചേട്ടാ? നമ്മൾ പോകുന്നത് എന്തോ ഒരു പാർക്ക്, ഖലീഫ പാർക്ക്. എന്തോ ഒരു പാർക്ക്. നമ്മൾ പോകുന്നത് ഖലീഫ പാർക്കിലോട്ടാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്തോ അത് ഓക്കെ. അപ്പം നമ്മൾ ഖലീഫ പാർക്കിൽ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ളതാണ്. അപ്പം ഇപ്രാവശ്യം ചൂടായത് കാരണം വൈകിട്ടാണ് ഇറങ്ങിയത്. അപ്പം എങ്ങനെ ആയിരിക്കും അവിടുത്തെ ഒരു രീതി? ഇന്നിപ്പോൾ വീക്കെൻഡൊക്കെ ആയത് കാരണം ഭയങ്കര ബഹളമാണോ ഒന്നും അറിയാൻ വയ്യ. അവിടെ പോകുമ്പോൾ അറിയാം. ഓക്കെ. അപ്പം നമ്മളിപ്പം ഒരു സ്നാക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ഷവർമ, എനിക്ക് വിശക്കുന്നു. അപ്പോൾ കാരണം ഒരു ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനിങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെന്താ പിന്നെ അവിടെ ഉള്ളത് മറ്റേ ഷവർമയില്ലേ? പിന്നെന്താ പറഞ്ഞു? പിന്നെ പറഞ്ഞ മറ്റേ നമ്മള് ഗ്രില്ലിലൊക്കെ ഇങ്ങനെ വട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുത്തിട്ട് റാപ്പ് ചെയ്ത് തരുമല്ലോ, ഷവർമ. ചുമ്മാ കളിയാക്കുകയാണ് കേട്ടാ ഷവർമ. അപ്പം നമുക്ക് എന്തായാലും ഷവർമ വരുന്നോന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ ചെന്നതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. വീഡിയോസ് ഇന്ന് പറയുന്ന മൊത്തം തെറ്റാണല്ലോ. ഇത് മൊത്തം പോയി കിടക്കുക, കിളി പോയി കിടക്കുക. ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നല്ല, ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാം. ഓക്കെ. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഖലീഫ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷവർമയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ ഇവിടെ നിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മൾ ഓൺ ദ വേ ആണ്. സൂര്യനാണെങ്കിൽ ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ്. അതാണെങ്കിൽ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കണ്ണിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ കളറ് ഐഷാഡോ ഇട്ടായിരുന്നു. അതെൻ്റെ കണ്ണിലോട്ട് പൊഴിഞ്ഞു വീണുകൊണ്ടും കൂടി ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഖലീഫ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ വിശന്ന് കാരണം ഷവർമയൊക്കെ കഴിച്ചു കേട്ടോ. ഷവർമ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വിശന്ന് കാരണം അപ്പോഴേയും കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ പാർക്കിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതുവഴി ഇത് എയർപോർട്ടിനടുത്താണ് കേട്ടോ. അപ്പോൾ അതുതന്നെ ഈ പ്ലെയിനൊക്കെ ഇങ്ങനെ പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ഇന്ന് അന്നത്തെക്കാളി കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വീക്കെൻഡൊക്കെ ആയത് കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഈ പാർക്കിൻ്റെ ഈ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കമ്പാരിറ്റീവ്ലി ആൾ വളരെ കുറവാണ്. ഈ പാർക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ജാനുവരിയിലെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ട്. ഗ്രീനറിയാണ് കേട്ടോ. ഇവിടെ നല്ല ഗ്രീനറിയാണ്, നല്ല രസമാണ്. എൻ്റെ ഹസ്ബൻഡ് വരെ അവിടെ എടുത്താ വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ശാന്തതയുള്ള പാർക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാനിഷ്ടം. ബാക്കി പാർക്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളം. വെള്ളം പോകുന്നുണ്ട, അടിപൊളി, സൂപ്പർ. പെട്ടെന്ന് ഇങ്ങ് വന്നല്ലേ വെള്ളം. പിന്നെ ഇതൊക്കെ ഈ പാർക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു കുതിര സവാരിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ പൊതുവേ കുറച്ച് ആൾക്കാർ കുറവാണ്. പിന്നെ കുറച്ച് കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് ആ വീഡിയോ എടുത്ത് നിന്നപ്പോൾ മുകളിലൊരു ഭീമാകാരൻ ഫ്ലൈറ്റ് വയറാണ് കേട്ടോ. വീഡിയോയിൽ നമുക്ക് കുഞ്ഞായിട്ട് തോന്നുന്നതാണ്. പിന്നെ ഇത് വെറുതെ ഫുൾ അവിടെ നടന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് കാണുകയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ മരത്തിനകത്ത് ഉറുമ്പുണ്ട് കേട്ടോ.
ഇതിപ്പോ മൂക്കി കയറി വെക്കാറ്. 2 മൈന ഗൈസ്, നിങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ട് 2 മൈന കണ്ടാൽ നല്ലതാണ്, ഒറ്റ മൈന കണ്ട കഷ്ടകാലമാണെന്നൊക്കെ? എനിക്ക് ഒറ്റ മൈനയൊക്കെ കാണുമ്പോൾ പണ്ട് പണി കിട്ടാറുണ്ട് കേട്ടോ. 2 മൈന കണ്ട അന്നത്തെ ദിവസം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. 2 മൈനെ കണ്ടാൽ നല്ലതാണ്, ഒറ്റ മൈനെ കണ്ടാൽ അന്ന് എന്തെങ്കിലും പണി കിട്ടും. അപ്പോൾ പണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയുമോ, ഒറ്റ മൈനെ കാണുന്ന ഉടനെ കോങ്കണ്ട് വെക്കും. അപ്പം മൈനെ 2ആയിട്ട് കാണുമല്ലോ. നമുക്ക് ഏണിയായിരുന്നു. ഏണിയോ? എന്താ ഏണി? ഏണി കൊണ്ട് കിടക്കുന്നുണ്ട് പ്രശ്നം. ആണോ? പണി ഏണിയും പിടിച്ച് വരുമോ എന്നുള്ളതായിരിക്കും. ഇതേപോലെ 2 കണ്ണാക്കും. അപ്പൊ 2 പേര് 2 ഏണിയും കൊണ്ട് കിടക്കും. ഇനി നമുക്ക് ആ സൈഡിലോട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ തിളയ്ക്കുന്ന സൂര്യൻ ഇച്ചിരി ഒന്ന് താഴ്ന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇച്ചിരി ശകലം ഇരുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്ലെയിൻ പോകുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചുറ്റും ചെടികളും കുളവാഴയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ. അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. സന്ധ്യ മയങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ഈ ഞങ്ങൾ കഴിഞ്ഞ ഒരു ജനുവരിയിൽ വന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ നല്ല ഗ്രീൻ കളറായിരുന്നു. ഇപ്പം ഇവിടെ ചൂട് തുടങ്ങിയല്ലോ, അപ്പോൾ അത് കാരണം ഇതൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങി കേട്ടോ. പക്ഷെ നല്ല രസമാണ്. പ്ലെയിൻ പോകുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഞാൻ നടന്നു പോകുന്നത് എൻ്റെ സ്വന്തം ഭർത്താവാണ് പോകുന്നത്. ഇവിടെയെന്ന് വെച്ചെന്നാൽ മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഗ്രീനറി കൂടുതലാണ്. പിന്നെ കുറച്ചും കൂടെ ഭയങ്കര ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഇവിടെ ഇഷ്ടം. ചേട്ടാ ഒരു ഹായ് പറ. പിന്നെ ഇതിനെ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ബെഞ്ച് പോലെ ഇരിക്കാനുള്ളതാണ് കേട്ടോ. അത് നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇതിന് മുന്നേ ഞാൻ ജാനുവരിയിലൊക്കെ പോയ സമയത്ത് ഭയങ്കര തണുപ്പും കൂടിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ അത്രയും തണുപ്പില്ല, പക്ഷേ എന്നിരുന്നാലും നല്ല രസമാണ്. ആ ഒരു വെയിൽ കാണുമ്പോഴത്തേക്ക് കാറ്റ് വീശി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ആ ജാനുവരിയിലുള്ള തണുപ്പ് സമയത്ത് പോകുന്ന അത്രയും ഭംഗിയുണ്ട് ഇപ്പോഴൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ആ ഒരു ഗ്രീനറിയൊക്കെ ശരിക്കും അതിൻ്റെ ഒരു ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ആ തണുപ്പുള്ള നവംബർ തൊട്ട് ഒരു ജാനുവരി വരെയുള്ള ഫെബ്രുവരി വരെയൊക്കെയുള്ള ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് പിന്നെ ഞാൻ ചുമ്മാ അവിടെ കൂടിയൊക്കെ നടന്ന് വീഡിയോ എടുക്കുവാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഫോട്ടോസൊക്കെ കണ്ടു നോക്കൂ, കൊള്ളാമോന്ന്. പിന്നെ ഈ പാർക്കിൽ തന്നെ അവരൊരു ട്രെയിൻ ജേണി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ജേണി എന്ന് വെച്ചാൽ വലിയ ജേണിയൊന്നുമല്ല, ആ പാർക്കിനകം ഫുള്ളിങ്ങനെ കറങ്ങി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ട്രെയിനിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ എത്തിഹാദ് റെയിലെന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വളരെ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഫുള്ള് കറങ്ങി നടന്ന് കാണിക്കാമല്ലോ. അപ്പം അത് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുതിരസവാരിയും ഈ ഒരു ട്രെയിൻ ജേണിയും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീനറി അറ്റ്മോസ്ഫിയറും, അല്ലാതെ ഒരുപാട് റൈഡ്സ് ഒന്നും ഈ പാർക്കിലില്ല കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ഗേറ്റൊക്കെ പൊങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കറങ്ങി. ഇതേ പിള്ളേരൊക്കെ അവിടെ കുത്തിമറിയുന്നത് കണ്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് റീൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് റീൽസിന് പറ്റുന്ന പോലെയൊക്കെ ചുമ്മാ കുഞ്ഞു കുഞ്ഞു മൂവ്മെൻറ്റ്സ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ റീലായിട്ട് ഇട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.
പിന്നെ അതേ ഈ സ്ഥലം ഒരു ജാനുവരിയിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല, ഫുള്ള് ഗ്രീനായിരുന്നു. അതേ ആ ഇപ്പം വന്ന ഇമേജ് കണ്ടോ, ആ PIP ഇമേജ്, അതെന്ന് വെച്ചിരുന്നാൽ PIP വീഡിയോ, അതെന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ ജാനുവരിയിൽ എടുത്തതാണ്. ഈ സെയിം പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ മാർച്ച് ആയത് കാരണം ഫുള്ള് ആ പുല്ലൊക്കെ അങ്ങ് പോയി കരിഞ്ഞു പോയി കുറേയൊക്കെ. അപ്പോൾ ഇതാണ് തങ്ങളിലുള്ള വ്യത്യാസം, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ കണ്ടു. പറ്റുന്ന വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ വൈകുന്നേരം വന്നത് നന്നായി. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ പകൽ വരാനായിട്ട് പറ്റത്തേയില്ല, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതാണ് പകൽ പറ്റത്തില്ല, വൈകിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഒരാൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വീടിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു, ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ചു, ഒന്ന് റീജുവനേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറയല്ലോ, കുഞ്ഞു കുഞ്ഞ് റീൽസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വെറുതെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന പോലെയൊക്കെ എടുത്തു. പാട്ട് കിട്ടിയില്ല റീൽസ് എടുക്കാനായിട്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും പാട്ടൊന്നും കിട്ടുന്നില്ല. അതുകാരണം പിന്നെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലത്തെ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഒരു വീക്കെൻഡ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇനി നാളെ വീണ്ടും മൺഡേ ആണ്, വീക്കെൻഡ് കഴിയാറായി. പണ്ടേ എനിക്ക് ഈ സൺഡേ എൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സൺഡേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പിയായിട്ടും എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഞാനും അതേപോലെ തന്നെ ഹാപ്പിയായിട്ടിരിക്കുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുമാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.